ഹലോ ഗായ്സ്, ദേ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ? ബെഡ ലോലിപോപ്പ്. ഇത്രയും വലിയ ലോലിപോപ്പ് ഞങ്ങൾ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 998 രൂപയാണ്. എങ്കിലും എൻ്റെ നന്ദപ്പൻ്റെ ആഗ്രഹം അനുസരിച്ച് ദേ ഈ വലിയ ലോലിപോപ്പ് അങ്ങ് മേടിച്ചു. ഒരുപാട് നാളുകൊണ്ട് പറയുന്നുണ്ട്, ഓരോ വീഡിയോകൾ കാണുമ്പോഴും പറയുന്നുണ്ട്, അമ്മ ഈ വലിയ ലോലിപോപ്പ് എനിക്കൊന്ന് മേടിച്ചേ അമ്മേ. എന്തിന് വേറെ പറയണം, അമ്മയെ നമ്മുടെ ചേച്ചി വരെ മേടിച്ചമ്മേ, ഒന്ന് മേടിച്ച അമ്മയെന്നാണ് നമ്മുടെ നന്ദൂസിൻ്റെ പറച്ചിൽ. അച്ഛതെ ബാക്കിൽ കൂടെയൊക്കെ വന്ന് നോക്കുന്നുണ്ട്. രാവിലെ എന്നെ ഉറക്കം എഴുന്നേറ്റപ്പോൾ കൊണ്ട് നീ എന്തുകൂടി ഗതയും കൊണ്ട് പോകുന്നു എന്നാണ് ചോദിച്ച സംഭവം. ഈ ലോലിപോപ്പ് ആയിരുന്നു. ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദൂസിന് ഒരു ബെഡാ ലോലിപോപ്പ് വരുന്ന കാര്യം. ഉറക്കം എഴുന്നേ പറ്റിയപ്പോഴത്തേക്കും തന്നെ ആൾ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദൂട്ടം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഈ ലോലിപോപ്പൊക്കെ വെച്ച് കുറച്ച് ഷോയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതെങ്ങനെ കഴിക്കും അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. പക്ഷേങ്കിൽ അൺബോക്സ് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ കുറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നു. സംഭവം അതിങ്ങനെ ഒട്ടിച്ച് വച്ചേക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്താണ് സംഭവം. എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ 2-3 പേരും കൂടെ ഉണ്ട് കേട്ടോ, ഇതിനകത്തുള്ള സാധനം എന്തോന്ന് കാണാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ 998 രൂപയുടെ ലോലിപോപ്പാണേ. പക്ഷേ എങ്കിൽ ഇത് തുറന്നപ്പോൾ കണ്ട സംഭവം എന്ന് വെച്ചാൽ ലോലിപോപ്പ് അടപടലം പൊട്ടിയിരിക്കുന്നു. വേറെ ഒന്നുമല്ല, കൊറിയർ കൊണ്ടുവന്നപ്പം എങ്ങനെയോ പൊട്ടിയതാണ്. പക്ഷേങ്കിൽ നല്ല രസമുള്ള ടിന്നായിരുന്നു കേട്ടോ. ഇത് സൂക്ഷിച്ച് വെച്ചിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. നന്ദൂട്ടിൻ്റെ മുഖം അങ്ങ് പെട്ടെന്ന് ആ സന്തോഷമൊക്കെ അങ്ങ് വാടി അങ്ങ് മാറി. അത് കഴിഞ്ഞിട്ട് ആ കുറ്റി കണ്ടില്ലേ, നമ്മുടെ ആ പൈപ്പ്, അത് ഇതിലിങ്ങനെ കുത്തി വെക്കുമ്പോഴത്തേക്കും ഒരു ബെഡാ ലോലിപോപ്പ്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ടൊക്കെ നല്ല രസമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, അത് പൊട്ടിപ്പോയി. അപ്പോൾ ഇനി ഇതിനകത്ത് കണ്ട സാധനം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ബാഗാണ്. പിന്നെ 2 രൂപ റേറ്റ് വരുന്ന കുറച്ച് എന്താ പറയുക, കുറച്ച് ലോലിപോപ്സും, പിന്നെ നമ്മൾ കിൻഡർ ജോയ്ക്ക് അകത്ത് വരുന്ന പോലെയൊന്നും അല്ല കേട്ടോ, വളരെ ക്വാളിറ്റി കുറഞ്ഞ കുറച്ച് ടോയ്സ്. നമ്മൾ ഈ മിഠായിക്ക്, ജീരക മിഠായി പണ്ടത്തെ ആ ഒരു ക്വാളിറ്റി ഉള്ളൂ കേട്ടോ. ഭയങ്കര ക്വാളിറ്റിയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. പിന്നെ നമ്മുടെ കിൻഡർ ജോയിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടോയ്സാണ്. ഇത് അത്രമേൽ ക്വാളിറ്റി ഇല്ലാത്ത കുറച്ച് ടോയ്സും, പിന്നെ ഈ ഒരു റബ്ബറിൻ്റെ മെർമെയ്ഡുമാണ് ഇതിനകത്തുള്ളത്. കുഞ്ഞു ടോയ്സുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ മെർമെയ്ഡ് മാത്രമാണ്. ഇതൊരു ടോർച്ചായിരുന്നു, അതും വർക്കിംഗ് അല്ലായിരുന്നു. പിന്നെ ഒരു സ്ട്രോബെറിൻ്റെ കുഞ്ഞ് റബ്ബറുണ്ട്. ഇതൊക്കെ തന്നെ ഉള്ളൂ. ഈ ടോയ്സൊക്കെ നോർമലി നമ്മൾ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്ന പിന്നെ ബാർബി സെറ്റിനകത്തുള്ള ടോയ്സ്, അത് അത്ര ഒരു ക്വാളിറ്റി ഉള്ളൂ കേട്ടോ. വേറെ ആരും പ്രതീക്ഷിക്കരുത്. നമ്മൾ ആലോചിച്ച് നോക്കണം, 998 രൂപയാണ്. ആ റേറ്റിന് ഈ സാധനം അത്ര വർക്കൗട്ടല്ല. അപ്പോൾ അടുത്ത അൺബോക്സിങ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.